ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വയനാടുണ്ടായ ആ ദുരന്തം, ആ ഒരു ദുരന്തത്തിൽ ഇപ്പോഴും വളരെയധികം വിഷമിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോ മലയാളികളും. നമുക്കറിയാം, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയാലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ട്. എല്ലായിടത്തും വെള്ളം കയറും. നമ്മുടെ വീടുകളിലൊക്കെ വെള്ളം കയറുകയും നമ്മൾ മറ്റു പല ക്യാമ്പുകളിലൊക്കെ പോയിട്ട് താമസിക്കാറുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് ആ വെള്ളം തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്കതിൽ കയറി താമസിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആയാലുള്ള അവസ്ഥയൊക്കെ ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് വെള്ളം കയറിയാൽ തന്നെ ആ ഒരു വെള്ളം തിരിച്ചു പോകും. എന്താ പറയുക, പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീട് വൃത്തിയാക്കിയിട്ട് അതിനുള്ളിൽ താമസിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ വയനാടത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ നഷ്ടപ്പെട്ടത് ഒന്നുമല്ല അവരുടെ സങ്കടം എന്ന് പറയുന്നത്. അവരുടെ കുറേ എന്താ പറയുക, അവരുടെ ബന്ധക്കാരെയും ഉറ്റവരെയും ഉടയവരെയും ഒന്നും കാണാനില്ല. കുറേ ആളുകൾ മരണപ്പെട്ടു. ഇനിയും കുറേ ആളുകൾ തിരിച്ചറിയാനുണ്ട്. കുറേ ആളുകൾ കാണാതായിട്ടുണ്ട്. അതൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരു എന്ത് പോയാലും, നമ്മൾ എന്ത് വസ്തുക്കൾ, വീട് എന്ത് പോയാലും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കാനും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മുടെ കൂടപ്പിറപ്പുകളോ ഉറ്റവരോ ഉടയവരൊക്കെ പോയി കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ അവരേറ്റവും കൂടുതൽ സങ്കടത്തിലായിട്ടുള്ള ഒരു കാര്യം. ഞങ്ങളുടെ എന്താ പറയുക, അവരുടെ വീടോ കാര്യങ്ങളോ മറ്റു സ്വർണ്ണങ്ങളോ എന്ത് തന്നെ പോയിക്കോട്ടെ, പക്ഷെ അവരുടെ കൂടപ്പിറപ്പുകളെയും കൂടെയുള്ള ആളുകളെ അത് കാണാതായതും അവർ മരണപ്പെട്ടതിലാണ് ആ നാടും നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, പലതരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് മതം ഒന്നും നോക്കാതെ പലതരത്തിലുള്ള മതക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായ കാരണം തന്നെ പലതരത്തിൽ മതത്തിൽപ്പെട്ട ആളുകളുള്ളതുകൊണ്ട് അവരൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസമാണല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അവരുടെ ഓരോ കാര്യങ്ങളും അടക്കവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ എന്താ പറയുക, മറവ് ചെയ്യുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, മരണപ്പെട്ടവരുടെ. അപ്പോൾ അത് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മതത്തിലായാലും അധികം ആളുകൾ ഇറങ്ങിത്തിരിക്കാത്തൊരു മേഖലയാണ് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ മലപ്പുറം പൊന്നാനിയിലെ മാറഞ്ചേരിയിലുള്ള ഒരു പെൺകുട്ടി, ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. വെറും 20-കാരിയാണ് കേട്ടോ. ആ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു കാര്യത്തിന് പല ആളുകളും ഇറങ്ങാൻ മടിക്കുന്ന ഒരു കാര്യത്തിന് ആ ഒരു പെൺകുട്ടി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ട് അവിടെയുള്ള മൃതശരീരങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസത്തിലുള്ള രീതിയിൽ അവളെ കൊണ്ട് അറിയുന്ന പോലെ, ആ പെൺകുട്ടിക്ക് അറിയുന്ന പോലെ അവരുടെ മതത്തിൻ്റെ വിശ്വാസത്തിൽ വൃത്തിയാക്കി ഇതാക്കി എന്താ പറയുക, ഒരു ശരീരം മറവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ആ ഒരു ജോലി മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അത്രയധികം നമുക്ക് മനക്കരുത്തുള്ള ഒരു ജോലി തന്നെയാണ് അതെന്ന് നമുക്ക് എന്തായാലും പറയണം. കാരണം ആ ഒരു ജോലി ചെയ്യുന്നെങ്കിൽ അത്രയധികം മനക്കെട്ടി വേണം. ഈ ഒരു പെൺകുട്ടി 13-ാം വയസ്സിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യൽ തുടങ്ങിയാൽ വിട്ടാൽ അവരുടെ വീട്ടിൽ ഉപ്പൂപ്പ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടു പഠിച്ചതാണ് എന്നാണ് പറയുന്നത്. ആ 13-ാം വയസ്സ് തൊട്ടിട്ട് ആ പെൺകുട്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ വയനാട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന ഒരു കാര്യം നമുക്ക് തന്നെ ഒന്ന് കേട്ടോക്കാം. ഇതിൽ 5 ബോഡി ഉണ്ടായിരുന്നു, പിന്നെ 26ഓളം ബോഡി പാർട്സ് ഉണ്ടായിരുന്നത്. അതിൽ വളരെ സങ്കടമായിട്ട് തോന്നിയത് അവിടെ ആ ഒരു ബോഡീൻ്റെ ഫേസിൻ്റെ ഒരു കണ്ടീഷൻ ഭയങ്കര എന്താ പറയുക, നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പല പ്രായക്കാരും പല ജെൻഡറിലുള്ള ആൾക്കാരുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ബോഡി പാർട്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുഖം തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസം ആ ഒരു ബോഡി ആ ഒരു മോർച്ചറിയിൽ തന്നെ ഫ്രീസറിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഈ ഒരു ദുരന്തഭൂമിയിലത്തെ ആൾക്കാർ അവരുടെ കുടുംബക്കാരെയും ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു തരത്തിലുള്ള ഹിൻഡ് പോലും ഇല്ല അവരുടെ ആ ഒരു ബോഡിയിൽ ഉണ്ടായിരുന്നത്. പലരും പല രീതിയിലായിരുന്നു. റിയൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആ ബോഡീൻ്റെ കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ആണാണോ പെണ്ണാണോ മനസ്സിലാവുന്നില്ല. കാരണം അത്രയും എന്താ പറയുക, ശരീരമൊക്കെ ജീർണിച്ചിട്ട് വന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ വരുന്ന ടൈമിൽ 2 ബോഡി അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഭയങ്കര ഒരു വേദന തോന്നുന്ന തരത്തിലാണ്. ഒരു സ്ത്രീയുടെ അവരിങ്ങനെ പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് കിട്ടിയ ബോഡിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തകർക്ക് ആദ്യമായിട്ട് കിട്ടിയ ബോഡി. അവസാന നിമിഷത്തിലാണ് അവർ കൊണ്ടുപോയത്. അപ്പോൾ അത്രയും ദിവസം ആ ഫ്രീസറിൽ കിടന്നു. അപ്പോൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തത് എന്താ വെച്ചാൽ അവരുടെ ഈ ഒരു ഗോൾഡ് ഇയറിങ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ എന്താണല്ലേ, കേൾക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമം തോന്നുന്നു. കാരണം ഇല്ലേ, ഇന്നലെ നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് അവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ആയിരിക്കില്ല. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ തന്നെ പറ്റാത്തൊരു തരത്തിലുള്ള ഒരു അവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒരൊറ്റ ടൈമിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് അവരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവർ മാറിയിട്ടുണ്ട്. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ. അതപ്പോൾ കാണുന്നവരുടെ അവസ്ഥ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥ എല്ലാവരെയും റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അപ്പം വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ ഒരു നാടിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയധികം മനക്കെട്ടി വേണം. ആ ഒരു പെൺകുട്ടി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയധികം മനക്കെട്ടി ആ പെൺകുട്ടി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ പേടിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ ആ ഒരു പെൺകുട്ടി ഈ ഒരു ജോലി തന്നെ തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി മനസ്സിൽ പേടിയൊന്നും തോന്നാത്ത ആ ഒരു പെൺകുട്ടിയെ വരെ ഒരു നിമിഷം പേടിയിലായിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടായിട്ട് എന്താണ് പറയുന്നത്. അത് ആ പെൺകുട്ടി പറയുമ്പോൾ നമുക്ക് സഹിക്കുന്നതിലപ്പുറമാണ് ആ കുട്ടി പറയുന്നതൊന്ന് കേൾക്കാം. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഭയമോ പേടിയോ ഇല്ലാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഒരു സംഭവം കണ്ട് പിന്നെ മനസ്സുകൊണ്ട് പതറിപ്പോയി. ഒരു ചെറിയൊരു കുട്ടിയുടെ കൈ അവയങ്ങളെ ആ ഒരു ഫ്രീസറിൽ കൈ മാത്രം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. ഒരു കൈയാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിലേറ്റവും എന്താ പറയുക, വേദന തന്നത് ഒരു അനുഭവം കൂടിയാണ്. അതേപോലെ ബോഡി നന്നായിട്ട് അവർ മാറിയിട്ട് കൊണ്ടുപോകും. കാരണം അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഹിൻറ്റും ക്ലൂസ് ഒരു തരത്തിലുള്ള ക്ലൂ ഇല്ല. അപ്പോൾ ഏജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഏജ് എന്താ പറയുക പറയാൻ മാത്രം ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളാന്ന് പറയാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഫാമിലി കണ്ടാൽ പോലും തിരിച്ചറിയാത്ത കുഞ്ഞു മക്കളുടെ വരെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കേൾക്കാൻ തന്നെ പറ്റുന്നില്ല. അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ആ നാട് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ വരാതിരിക്കട്ടെ അല്ലേ. നമ്മളെല്ലാവരെയും, നമ്മുടെ കൊച്ചുമക്കളെ, എല്ലാ മക്കളെയും പഠിച്ചിറപ്പ് കാത്തിരക്ഷിക്കട്ടെ. ഇനിയൊരു ആപത്ത്, അത്തരത്തിലുള്ള ഒരു ആപത്ത് നമ്മുടെ നാട്ടിൽ എത്താതിരിക്കട്ടെ അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇനിയൊരു ആപത്ത് അല്ലെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും അതിൽ ഇനിയും കാണാത്ത ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് അവരൊക്കെ കണ്ടുകിട്ടിയിട്ട് ജീവനോടെ തന്നെ, എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ തന്നെ എല്ലാവരെയും കണ്ടുകിട്ടട്ടെ. അതുപോലെ തന്നെ അവർക്ക് നഷ്ടമായതെല്ലാം വീണ്ടെടുക്കാനും കഴിയട്ടെ.